ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഗുരുവായൂർ അമ്പലനടയിൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യ തിങ്കളാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണല്ലോ. പൃഥ്വിരാജിനെ നായകനാക്കി വിപിൻ സംവിധാനം ചെയ്ത ബേസിൽ, അനശ്വര, നിഖില വിമൽ, യോഗി ബാബു തുടങ്ങിയവരൊക്കെ അഭിനയിച്ച ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ 5ാം ദിവസത്തെ കേരള ട്രാക്കിംഗ്, കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിനു മുന്നേ സിനിമയുടെ യഥാർത്ഥ ആദ്യ 4 ദിവസത്തെ ആദ്യ വീക്കെൻഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 43,20,00,000 സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ വെറും 4 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ 17,80,00,000, കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3,60,00,000 എന്നിങ്ങനെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഓവർസീസ് കളക്ഷനായിട്ട്, വിദേശ രാജ്യ കളക്ഷനായിട്ട് $2.62 മില്യൺ ആണ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. അതായത് 21,80,00,000. അങ്ങനെയാണ് സിനിമ 43,20,00,000 വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടത്. ഇതോടെ ഒരു മലയാളം സിനിമയുടെ ഏറ്റവും ഉയർന്ന 4ാമത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ആദ്യ വീക്കെൻഡിൽ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പലനടയിൽ മാറിയിരിക്കുകയാണ്. ഇനി സിനിമയുടെ തിങ്കളാഴ്ച ട്രാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ പ്രതീക്ഷിത പോലെ നല്ലൊരു ഹോൾഡ് സിനിമ നിലനിർത്തിയിരിക്കുകയാണ്. ഇന്നലെ ഞായറാഴ്ച ഇതേ സമയം 3,35,00,000 മുകളിലാണെങ്കിൽ ഇന്ന് 1,60,00,000 മുകളിൽ തിങ്കളാഴ്ച കേരള ട്രാക്കിംഗ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്നലെ ഞായറാഴ്ച മാത്രം 5,90,00,000 ആയിരുന്നു കേരള ഗ്രോസ് എങ്കിൽ ഇന്ന് 3 കോടിക്കടുത്ത് കേരള ഗ്രോസ് ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തോടെ 20 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ കടക്കുകയാണ്. 20,50,00,000, 21 കോടി റേഞ്ചിലാണ് സിനിമയുടെ ആദ്യ 5 ദിവസത്തെ കേരള കളക്ഷനായിട്ട് നാം പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ കേരള ഷെയർ 10 കോടിയിലേക്ക് അടുക്കുകയാണ്. ഇനി സിനിമയുടെ 5 ദിവസത്തെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് 5 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമ 48 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷനിലേക്ക് 5 ദിവസങ്ങൾ കൊണ്ടെത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് തിങ്കളാഴ്ച കൊണ്ടല്ല, നാളെ ചൊവ്വാഴ്ച കൊണ്ട് സിനിമ വേൾഡ് വൈഡ് കളക്ഷൻ 50 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുന്നതാണ്. അങ്ങനെ പൃഥ്വിരാജിന്റെ സിനിമ വലിയ വിജയത്തിലേക്ക് കുതിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ ഗുരുവായൂർ അമ്പലനടയിൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായി.